CPO, APO, BFO തുടങ്ങിയ യൂണിഫോം തസ്തികകളിലേക്ക് ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഹൈ ജമ്പിനുള്ള സാഹചര്യം സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റാക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ആരും മിക്സ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് 2 ഓലമടലാണ്. ആ ഓലമടലിൻ്റെ ഇതേപോലെ നമ്മൾ വെട്ടുകൂത്തി കൊണ്ടോ വല്ല കത്തി കൊണ്ടോ അങ്ങനെ ചെത്തി സെറ്റാക്കുക. അപ്പം നമുക്ക് നമ്മുടെ പോളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ അലൂമിനിയത്തിൻ്റെ ഇതേപോലെ ചെറിയ ദണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അല്ല എങ്കിൽ ഏതെങ്കിലും കനം കുറഞ്ഞ വടിയായാലും മതി നമുക്ക്. എന്നിട്ട് നമ്മൾ ആ വെട്ടിക്കൊടുത്ത ആ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പോള് സെറ്റ് ചെയ്യാം. അപ്പോൾ ചാടിക്കഴിഞ്ഞ് വീണാലും ഇതങ്ങനെ വീണോളും. ഇനി നമുക്കിത് അളന്ന് നോക്കാം. ഇങ്ങനെ മാധു അളവ് കാണിച്ചേ. അടിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ മൂളിക്കുണ്ട് കണ്ടാ, ഏകദേശം 134 ഇല്ലേ, 134 133 എത്രയും നമുക്ക് 132 സംതിങ് വേണ്ടു. 132 മതി നമുക്ക്. പക്ഷെ ഇവിടെ 134 ഉണ്ട് കേട്ടോ. ഞാളൊന്ന് നോക്കിയപ്പോൾ ഈ ഒരു ചാട്ടാണ് ഞാനിപ്പോൾ ചാടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ചാടി കാണിച്ചു തരാം, എന്നിട്ട് അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചാടി വീഴുന്ന പിറ്റ് ഒന്ന് ഇളകിയ മണ്ണായി കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൈക്കോട്ട് കൊണ്ട് ഇവിടെ കിളച്ചിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റരുത്, ഇഞ്ചുറി ഒന്നും പറ്റരുത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബെല്ലിയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ബെല്ലി ചാട്ടാണ്, സിസറല്ല, ബെല്ലി ചാട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, ഈസിയാണ് കേട്ടോ സാധനം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതെങ്ങനെ ചാടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പറ്റാവുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഈ അടുത്ത് ഫിസിക്കൽ ടെസ്റ്റ് പോലീസിൻ്റെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ടെസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ടെസ്റ്റുള്ള ആളുകൾ ഒരു 3 ദിവസം മുമ്പെങ്കിലും തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ നേരെ പിറ്റിലേക്കാണ് വീഴുന്നത്. വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ വേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ബെല്ലി ചാടുമ്പോൾ ഏത് സ്റ്റൈലാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് സ്റ്റൈൽ ചെയ്താലും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ അത് ആദ്യം സ്റ്റൈൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഹൈറ്റ് 132 എന്ന് പറഞ്ഞ ഹൈറ്റ് നമുക്ക് ഈസി ആയിട്ട് ചാടി കിടക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു കയ്യകലത്തിൽ നിൽക്കുക, പോളിൻ്റെ അവിടെ നിന്ന് ഒരു കയ്യകലം പിടിക്കുക, എന്നിട്ട് അടിയിലൊരു വര വരയ്ക്കുക. ഈ വരയിൽ നിന്നുകൊണ്ട് നമ്മൾ ആദ്യം ചെറിയ ഹൈറ്റിൽ ചാടി പിടിക്കുക, ആ സ്റ്റൈല് സെറ്റാകാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വര വരച്ച സ്ഥലത്ത് നിൽക്കുക. ഈ 2 കൈയും പോളിൻ്റെ മുകളിൽ കൂടെ വേണം വരാൻ, പോളിൻ്റെ മുകളിൽ കൂടെ. അതും ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ആദ്യത്തെ കാല് നമ്മൾ ഈ പോള് കടക്കണം, ഒപ്പം തന്നെ ഈ കാല് തിരിച്ചടിക്കണം. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കുക, ഇങ്ങനെ വേണം സ്റ്റൈല് വരാൻ, ഇങ്ങനെ വേണം സ്റ്റൈല് വരാൻ. അപ്പോൾ ഞാൻ ചെറിയ ഹൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇവിടെ നിൽക്കുക, ശ്രദ്ധിച്ചോളടാ. ഈ 2 കൈയും പോളിൻ്റെ മുകളിൽ കൂടെ വരണം. ഇങ്ങനെ വേണം ചാടി പഠിക്കാൻ. ആദ്യത്തെ കുറച്ച് ചാട്ടം ഇങ്ങനെ തന്നെ നിങ്ങൾ ചാടി പഠിക്കണം. ആദ്യത്തെ കുറച്ച് ചാട്ടം ഇങ്ങനെ തന്നെ ചാടി പഠിക്കുക. പിന്നെ ധൈര്യമില്ലാത്ത ആളുകൾക്ക് ഇത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ധൈര്യം വരും. എല്ലാവർക്കും ഡയറക്റ്റ് പിറ്റിലേക്ക് ചാടണ കാരണം, പേടി കാരണം എല്ലാവരും ഹൈ ജമ്പ് സ്കിപ്പ് ചെയ്യണ ഒരായിട്ടാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, മെല്ലെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടുവരിക. അവസാനം നിങ്ങൾക്ക് 132 സെൻറ്റിമീറ്റർ ചാടി കിടക്കാൻ പറ്റും. ഇതേപോലെ
ഈ ഒരു വീഡിയോയിലൂടെ ഹൈ ജമ്പ് എങ്ങനെയാണ്, ബെല്ലി ടൈപ്പ് ഹൈ ജമ്പ് എങ്ങനെയാണ് ചാടുക എന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വീട്ടിലെല്ലാവരും ചെയ്തു നോക്കുക. മടിച്ചു നിൽക്കണ്ട, പേടി വേണ്ട, എല്ലാവരും ചെയ്യുക. ഫിസിക്കൽ എല്ലാവരും പോയി നന്നായി അറ്റൻഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. വിടാം.